പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പോൾ അതായത് നല്ല റോസൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും വാലന്റൈൻസ് ഡേ ഒക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആഘോഷിച്ച് കാണുമെന്ന് കരുതുന്നു. പിന്നെ ഇന്നുണ്ടല്ലോ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ കൂട്ടുകാരികൾ ഷീബ, ഷൈനി, ഹുസൈബ, ബുഷറ, ഷംല ആൻഡ് ലത ഇവരെല്ലാവരും കൂടിയും ഒരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ആലുവ അടുത്ത് തോട്ടുമുഖത്തുള്ള, അതിൻ്റെ പേര് നമ്മുടെ ജാതിക്കാത്തോട്ടം എന്നാണേ, അവിടെ പോയി. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു തറവാടായിരുന്നു. ഇപ്പോൾ അത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയിട്ട് അവർ മാറ്റി. നിറയെ ജാതിക്ക എന്താ പറഞ്ഞ മരങ്ങളും അതിൻ്റെ തണലും ഊഞ്ഞാലും പിന്നെ നല്ല നല്ല നാടൻ ഭക്ഷണവും, അങ്ങനെ ശരിക്കും പറഞ്ഞ നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് പോയി മനസ്സ് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലം. അപ്പം അങ്ങനെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഷീബയാണ് വീഡിയോ ലീഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ കുറച്ച് പേരൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമായിട്ട് തോന്നി കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ജാതിക്കാത്തോട്ടത്തിലേക്ക് പോയാലോ? വരൂ. ജാതിക്കാത്തോട്ടത്തിൽ നമ്മുടെ ബുഷറക്കുട്ടിയുടെ ഊഞ്ഞാലാട്ടം. എത്ര ക്യൂട്ടായിട്ടായിരുന്നു ആടുന്ന ഞങ്ങളുടെ കൂട്ടുകാരി. സൂപ്പർ ബുഷറ, സൂപ്പർ സൂപ്പർ. എല്ലാവരും ഒന്ന് പിടിക്കട്ടെ. അടുത്ത ആള് ആട്ടാൻ പോണ്ട്. അടുത്ത ആള് എങ്ങനെയാണെന്ന് അറിയില്ല. കാല് പൊക്കണം അവളെ ചവിട്ടാൻ. സൂത്രക്കാരി ഉണ്ടാ, അവളിങ്ങനെ ടൂറൊക്കെ നടന്ന എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ്. ഉണ്ടാ എടി ഷംലേ, വാ. എന്നാലും തൂര് മാങ്ങയാണത്, കണ്ണിമാങ്ങ തൂരോ അവര് കണ്ടല്ലേ. എന്നിട്ട് കണ്ടത് ഇടുക്കടി ഒരു എന്തോരല്ലേ ഇവിടെ ഇതുണ്ട്. അവരവിടെ പോയിരുന്നു, അവർക്ക് വേണ്ടാറണ്ടല്ലേ. നിനക്ക് അറിയണോ ഊഞ്ഞാല? എനിക്കറിയണ്ട. എൻ്റെ പൊന്നുപോലെ എൻ്റെ ചിലപ്പോൾ നടുവിൻ്റെ ബെൽറ്റൊക്കെ പോവും. കായലും കയറും മധു ശാരദേ. എന്താ പഴയ പോസ്റ്റുകൾ, നമ്മൾ ഓർമ്മിക്കാൻ പറ്റിയ പോസ്റ്റുകൾ. ജാതിക്കാത്തോട്ടത്തിലെ വിവിധ ഹട്ടുകളിൽ കാണുന്ന ഇതാണ്. നല്ല എൻജോയ്മെൻറ്റിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ ജാതിക്കാത്തോട്ടം. കണ്ടാലും മതി വരില്ല. ഇഷ്ടംപോലെ സീറ്റും ഒത്തിരി സുഹൃത്തുക്കൾ ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്കിടെ ഈ പ്രായത്തിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് ജാതിക്കാത്തോട്ടം. വേറൊരു സ്ഥലത്തുനിന്നും കുറേ ഫ്രണ്ട്സ് ഇവിടെ വന്ന് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് പുഴ, അനന്തമായി ഒഴുകുന്ന പുഴ, നല്ല കൂളിംഗ് നിർത്തിക്കൊണ്ട് ജാതിക്കാത്തോട്ടം അതിൻ്റെ സൗന്ദര്യത്തിൽ നമ്മളിങ്ങനെ മതിമറന്ന് പോവുകയാണ്. ഇത് കണ്ടോ, എല്ലാവരും ക്ലീനിങ്ങും ഇവിടെ അപ്പം ക്ലീൻ ചെയ്ത് ഇരിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഈ ചേട്ടന്മാർ നിന്ന് ക്ലീൻ ചെയ്യുന്നു. എന്തായാലും ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിച്ച് ബുഷറ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇവിടെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് വന്ന ഒരു സ്ഥലമാണ്. ആദ്യമായിട്ടാണ് വന്നത്, ഇതൊരു തുടക്കം മാത്രം. ഇനിയും ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇനിയും വരണമെന്ന് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല കൂളിങ്ങാണ്. അത്ര നല്ല ചൂടറിയുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് നല്ല ക്ലൈമറ്റ്, ശുദ്ധവായു, തൊട്ടടുത്ത് പുഴ. നല്ലത്. എല്ലാവരും കൂടി ഇതേ ഒരു ഊഞ്ഞാലിൽ, ഇനി അത് പൊട്ടി വീഴുമെന്ന് മാത്രമേ സംശയമുള്ളൂ. സൂത്രക്കാരികളെല്ലാവരും കൂടി ഒരു ഊഞ്ഞാലിൽ ഒറ്റ കണ്ണിയിൽ കോർത്ത് വെച്ചേക്കാം. പൊട്ടി വീണാൽ നമ്മളത് കാണില്ല കേട്ടോ, നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഒരാളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. 4 എണ്ണങ്ങൾ, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത 4 എണ്ണങ്ങൾ. അതിൽ ഉസൈബ് മാത്രം ഒത്തിരി പാവത്തിൽ വണ്ണം കുറവുള്ളൂ, ബാക്കി ആരും മോശമില്ല.
അവർ സ്വയം ആശ്വസിക്കാറ് ഞങ്ങൾക്ക് വണ്ണമില്ലെന്ന്. അവിടെ ഊട്ടുപുരയുണ്ട്. നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി, ഓർഡർ കൊടുക്കണം. നമുക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണവും കിട്ടും. സുന്ദരമായ ഇഷ്ടപ്പെട്ട വിഭവങ്ങളുടെ ഒരു പിക്ചറാണ് ഇവിടെ ഉള്ളത്. സീ ഫുഡോ എന്ത് വേണമെങ്കിലും കിട്ടും. അടിപൊളിയായിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ അതിവിശാലമായ സ്ഥലം. എത്ര പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ. നമ്മൾ പറഞ്ഞെങ്കിലും ജാതിക്കത്തോട്ടം എന്ന് പറഞ്ഞെങ്കിൽ ഇത്ര സൗന്ദര്യമുള്ളൊരു സ്ഥലമാണെന്ന് വിചാരിച്ചില്ല. കണ്ടപ്പോൾ അതോ എത്ര രസം. കിളിക്കൂടുകൾ കാണിച്ചു തരാം കേട്ടോ. അടുത്തേക്ക് ചെല്ലാം. തലച്ചോറ് എന്ന് വെച്ചാൽ അത് ഒരു ചട്ടിയിൽ എല്ലാ സൈസ് വിഭവങ്ങളുണ്ട്. അതാണ് താലച്ചോറ്. ഞാൻ അടുത്ത് നിന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പിക്ചർ. ഇത് ആലുവയ്ക്ക് അടുത്ത് തോട്ടുമുഖം എന്ന സ്ഥലത്താണ് ഈ ജാതിക്കത്തോട്ടം ഉള്ളത്. താലച്ചോറ് അതായത് ഒരു പ്ലേറ്റിൽ എല്ലാ സൈസ് വിഭവങ്ങളും എന്നുള്ളതാണ് താലച്ചോറിൻ്റെ പ്രത്യേകത. ഓക്കെ, എത്ര കളർഫുള്ളാണെന്ന് നോക്കിയ കറികളൊക്കെ. താലച്ചോറ്. ഐസ്ക്രീമാണെങ്കിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് പെട്ടിയിൽ അങ്ങനെ ഇരിപ്പുണ്ട്. ഐസ്ക്രീം പല ഫ്ലേവറുള്ള ഐസ്ക്രീമുണ്ട്. ഇത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. മോൻ വന്ന് ഇവിടെയാണ് കൗണ്ടർ. കഴിച്ചിട്ട് ബില്ലടയ്ക്കുന്ന സ്ഥലം. എത്ര രമണീയമായ സ്ഥലം. നമുക്ക് എവിടെ പോയാലും ഇങ്ങനെ ഒത്തിണങ്ങി ഒരു പ്രകൃതിയെ കിട്ടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. എത്ര സൗന്ദര്യം, എത്ര പ്രകൃതി ഭംഗി, എത്ര കൂളിങ്. ഈ വേനൽ ചൂടിൽ ഇത്ര നല്ലൊരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അതിശയമാണ്. ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഒരു ഞണ്ടിനെ ഉണ്ടാക്കി വെച്ചത് ഒരു പഴയ തറവാടാണ്. ഈ തറവാട് അതിപ്പോൾ ഒരു വാടകയ്ക്ക് കൊടുത്തിട്ട് കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. അതൊരിപ്പോൾ വാടകയ്ക്ക് കൊടുത്തേക്കാം. ഈ ചെടികളും ഒക്കെ വെച്ച് ഇവരത് മനോഹരമാക്കിയിട്ടുണ്ട്. വന്ന് കയറുന്നതിന് പ്രത്യേക എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. ഇവിടെ വന്ന് ഫുഡ് കഴിക്കണമെങ്കിലോ ഇനി ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടത്തണമെങ്കിലും മാത്രമേ നമുക്ക് ഫീസ് കൊടുത്താൽ മതി, അല്ലാതെ ഫീസില്ല. പക്ഷേ നല്ലതാണ് കേട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ നല്ല സ്ഥലം. ഇവിടെ ഇതുണ്ടോ വാട്ടറിൻ്റെ വാട്ടർഫോൾസ് ഉണ്ട് ചെറിയ രീതിയിൽ. അതിനകത്ത് എന്തോരം മീനാ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ടോ എന്തോരം മീനാ, എൻ്റെ അമ്മോ. ഇതുണ്ടോ കളർ ഫിഷുകൾ, കൊയ്യക്കാട്ടിയൊക്കെ ഉണ്ട്. എന്താ അതിനൊരു പിക്ചർ, ഞണ്ടിൻ്റെ പിക്ചർ അതിൻ്റെ മുകളിൽ. താഴെ വളർത്തു മീനുകൾ. എന്ത് ഭംഗിയാന്ന് നോക്കി. അതിനകത്ത് ചെടികൾ മനോഹരമായിട്ടുണ്ട്. സൂപ്പർ. ഞാൻ ഇതിൻ്റെ എൻട്രൻസ് കാണിച്ചു തരാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ മേക്കിംഗ് ദിസ് പ്ലേസ് ക്ലീൻ. അവിടെ എന്താണ് നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഓർഡർ ചെയ്യേണ്ട ഹോട്ടൽ. അവിടെ മക്കൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയുണ്ട്. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. എന്താ ജാതിക്കത്തോട്ടത്തിൻ്റെ പ്രവർത്തന സമയമാണ് എഴുതി വച്ചിരിക്കുന്നത്. ജാതിക്കത്തോട്ടം പല സൈസ്. നമ്മുടെ ജാതിക്കത്തോട്ടം. ഇതിൻ്റെ ബോർഡറാണ് ഈ കാണുന്നത്. നമ്മുടെ ജാതിക്കത്തോട്ടം. എന്തായാലും ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എല്ലാവരും സന്ദർശിക്കണം. ഇത്രയ്ക്ക് മനോഹരമാണ് ജാതിക്കത്തോട്ടം. ഓക്കെ അല്ലേ. ഇവിടെയും കുറേ ഒരു ടീം വന്ന് ഇവിടെ അവരുടെ സന്തോഷം പങ്കിടുന്നുണ്ട്. കൂട്ടുകാരികൾ കണ്ടോ, അവർ പല ഫുഡുകളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവരിവിടെ കൂടിയേക്കാണ്. നല്ല സ്നേഹമുള്ള കൂട്ടുകാരികൾ അവരുടെ സ്നേഹം സന്തോഷം പങ്കിടുന്നു. ഇതിന് പറ്റിയ സ്ഥലമാണ് ജാതിക്കത്തോട്ടം. കണ്ടോ, നമ്മെ പോലെ ഒരു കൂട്ടം. ഇവിടേക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് സ്പേസ് ഇരിക്കാനായിട്ട്. വേണ്ട ഉണ്ടോ. നമ്മളിപ്പോൾ കണ്ടതിൽ ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസോ ഒന്നുമില്ലാത്ത നമുക്ക് കാലത്ത് 10 മണി തുടങ്ങി 5 മണി വരെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ജാതിക്കത്തോട്ടം. ഞാനിപ്പോൾ ലാസ്റ്റ് കാണിക്കാൻ പോണതാണ് ഏറ്റവും എൻട്രൻസ്. ഇപ്പോൾ പിടിച്ചു വന്നപ്പോൾ ലാസ്റ്റായി പോയി കാണിച്ചത്.
ഫിഷിൻ്റെയൊക്കെ പടമുണ്ട് ഇതിനിടയ്ക്ക്. ഇതിൻ്റെ മതിലുകളാണ് ഇതൊക്കെ. ജാതിക്ക തോട്ടത്തിൻ്റെ മതിലാണ് ഈ കാണുന്നത്. വിവിധതരം മീനുകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കും.